മിസ്റ്റർ രാമചന്ദ്രൻ ആൻഡ് ഫാമിലിയുടെ പ്രിയം എന്ന പേരിലുള്ള ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ പാറ എന്ന പ്ലേസിലാണ്. ഇത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ടേൺകീ ലെവലിലാണ്. കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ഷനും ചെയ്ത് ഇൻറ്റീരിയറും കഴിഞ്ഞിട്ടാണ് ഫൈനലി ക്ലയൻറ്റിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത്. ആവറേജ് ഓഫ് 25 സെൻറ്റ് പ്ലോട്ടാണ് ഇത് വരുന്നത്. അതിൽ 3700 സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ആർക്കിടെക്ചർ സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ കണ്ടംപററി ഡിസൈനിൽ ഒരു A ടൈപ്പ് റൂഫ് ഡിസൈനാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന എലമെൻറ്റ്സ് ആണെങ്കിലും സ്റ്റോൺ ക്ലാഡിംഗ്, ജാലി വർക്ക് ആൻഡ് ഗ്ലാസ് വർക്ക്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഹൈലൈഷൻ ഫാക്ടറിന് വേണ്ടിയിട്ട് HPL ഡിസൈനും കൂടി അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീടിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാർ പോർച്ചും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. 2 കാറിന് സ്പേഷ്യസ് ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫെസിലിറ്റിയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് നോക്കുകയാണെങ്കിൽ 2 സൈഡും ഒറിജിനൽ ആയിട്ടുള്ള റിയൽ ഗ്രാസ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പ് സ്റ്റോണും അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ലേ ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ കോമ്പൗണ്ട് വാൾ ഡിസൈനും നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയറിനോട് മാച്ചായി നിൽക്കുന്ന പോലെ തന്നെയാണ് ഇതിലും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു മെയിൻ ഗേറ്റും ഒരു വിക്കറ്റ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ് ഇതിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. HPL ഡിസൈനിൽ വരുന്ന ഒരു നെയിം പ്ലേറ്റ് ആണ് ഈ വീടിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സിറ്റ് ഔട്ടും അതിൻ്റെ ഇൻറ്റീരിയർ വിശേഷവും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വൈഡ് സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് അട്രാക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെ 2 പില്ലേഴ്സിൽ സ്റ്റോൺ ക്ലാഡിംഗ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് എക്സ്റ്റീരിയറിൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം ക്ലാഡിംഗ് തന്നെയാണ്. ഒപ്പം തന്നെ കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെ 2 പ്ലാന്ററും കൂടി താഴെ റിയൽ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും ഒപ്പം ജാലി വർക്ക്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒന്ന് കാണാം. കയറി വരുന്നത് തന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഈ വീടിൻ്റെ ഫോയർ സ്പേസ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻറ്റീരിയറാണ് ഈ ഒരു സ്പേസിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോള് തന്നെ നോക്കുകയാണെങ്കിൽ വാൾപേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അടുത്തൊരു ഫാക്ടറാണ് ഇവിടുത്തെ ഒരു മിറർ. അതും ഫ്ലോറൽ ഡിസൈനിൽ പാനലിംഗ് ചെയ്ത് ആ ഒരു പാനലിങ്ങിൻ്റെ മേലെയാണ് മിറർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഒരു കൺസോൾ ടേബിളും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതും അട്രാക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഗ്രൂ വർക്ക്സും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ഫോയർ സ്പേസിൻ്റെ സീലിംഗ് നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ നമ്മൾ അതിൽ ഇൻറ്റീരിയേഴ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ആണെങ്കിലും ജിപ്സത്തിൽ പ്രൊഫൈൽ ലൈറ്റും ഒരു സൈഡിൽ പാനൽ വർക്ക്സും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു മെയിൻ സ്പേസിൽ നിന്ന് ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒപ്പം ഇൻറ്റീരിയേഴ്സിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ 2 സൈഡിൽ പാർട്ടീഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് MS ഫ്രെയിമിൽ ജാലി വർക്ക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും നമ്മുടെ എക്സ്റ്റീരിയറിൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം ഡിസൈൻ തന്നെയാണ്. ഈ ഒരു ജാലി വർക്ക് നമ്മൾ ഈ വീടിൻ്റെ പല ഏരിയാസിലും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫോയർ സ്പേസിനോട് തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ഈ വീട്ടിൽ നമ്മൾ ഫോർമൽ ലിവിങ് സ്പേസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം. ഈ ഫോർമൽ ലിവിങ് സ്പേസിൽ നമ്മൾ ഡബിൾ ഡോറാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫുൾ ഹൈറ്റ് ആയതുകൊണ്ട് മേലെ ഫിക്സഡ് ഗ്ലാസും താഴെ ഒരു കംപ്ലീറ്റ് വുഡനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിന് ഇപ്പോൾ ഗസ്റ്റ് വന്നാലും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഒരു കംപ്ലീറ്റ് പ്രൈവസി കിട്ടുന്ന ഒരു റൂം തന്നെയാണിത്. ഈ വീടിൻ്റെ മൊത്തം ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ട്രഡീഷണൽ വിത്ത് ഒരു കണ്ടംപററി ഫീൽ കിട്ടുന്ന ഇൻറ്റീരിയേഴ്സാണ് ടോട്ടലായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കളർ പാലറ്റ് നോക്കുകയാണെങ്കിലും വൈറ്റ് വിത്ത് ബേജ് ആൻഡ് വുഡൻ ഷെയ്ഡിലാണ് മൊത്തം ഇൻറ്റീരിയേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ലിവിങ് സ്പേസ് നോക്കുകയാണെങ്കിലും ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് സോഫയിൽ കൊടുത്തിരിക്കുന്ന ഒരു റോയൽ ബ്ലൂ കളറാണ്. ഒരു 4 സീറ്റർ വിത്ത് 2 സീറ്റർ ആൻഡ് സിംഗിൾ സീറ്റർ സോഫയാണ് ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ ഒരു TV യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ആ ഒരു ഫുൾ വാള് തന്നെ നല്ല ഇൻറ്റീരിയേഴ്സാണ് നമ്മളതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ഫുൾ പാനലിംഗ് ആയിട്ടുള്ളൊരു TV യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് തന്നെ CNC കട്ടും ഒപ്പം തന്നെ ഗ്രൂ വർക്ക്സും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 2 സൈഡും ഒപ്പം പാരലൽ ആയിട്ട് തന്നെ
ഒരു ബീഡിങ് വർക്ക്സിൽ അതിൽ അട്രാക്റ്റീവ്നെസ് കൂട്ടാൻ മിറർ വർക്ക്സും ഒരു 3 ഷേപ്പിലുള്ള ഒരു മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 2 സൈഡും പാനലിംഗ് വിത്ത് ഗ്രൂവ് വർക്ക്സും അതിൻ്റെ ഒരു ട്രഡീഷണൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ മേലൊരു വുഡൻ കാർവിംഗും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. ടി വി യൂണിറ്റിൻ്റെ ബോട്ടം ക്യാബിനറ്റ് നോക്കുകയാണെങ്കിൽ അതൊരു വൈറ്റ് ലാമിനേഷൻ ഷെയ്ഡിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 5 സ്റ്റോറേജ് സ്പേസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഈ ഒരു വാള് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഒരു CNC ഡിസൈനിൽ വരുന്ന ഒരു ട്രഡീഷണൽ ഫീൽ കിട്ടുന്ന ഒരു കേരള ബോട്ടിൻ്റെ ഒരു ഡിസൈനാണ്. ഒപ്പം ഈ ഒരു മൊത്തം റൂം നോക്കുകയാണെങ്കിൽ ഹാഫ് വാൾ ആയിട്ടാണ് നമ്മൾ പാനൽ ചെയ്തിരിക്കുന്നത്. താഴെ മൊത്തം ഗ്രൂവ് വർക്ക്സ് കൊടുത്ത് അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. മേലെ വുഡൻ ബീഡിങ്ങുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ അടുത്ത ഏരിയാസിലോട്ടൊന്ന് നോക്കാം. ഫോർമൽ ലിവിങ് സ്പേസ് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് 2 ബെഡ്റൂമും ഇൻഫോർമൽ ലിവിങ് സ്പേസ്, ഡൈനിങ്, മോഡുലർ കിച്ചൺ, വർക്ക് ഏരിയ ആൻഡ് ഒരു സ്പെഷ്യൽ ഓഫീസ് റൂമും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോമൺ കുറച്ചൊരു ഓപ്പൺ സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഇൻറ്റീരിയേഴ്സ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. ഈ വാൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഒരു മ്യൂറൽ പെയിൻറ്റ് ആണോ കൊടുത്തിരിക്കുന്നതെന്ന്. ബട്ട് ദെൻ ഇതൊരു ട്രഡീഷണൽ മ്യൂറൽ പെയിൻറ്റിൽ വരുന്ന ഒരു വാൾപേപ്പർ ഡിസൈനാണ്. ഇവിടുത്തെ അടുത്ത ഹൈലൈറ്റ് ഫാക്ടറാണ് ഇവിടെ കാണുന്ന പെബിൾ കോർട്ട്യാർഡ് അല്ലെങ്കിൽ ഫിക്സഡ് ഗ്ലാസിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പെബിൾ പ്ലേസ്. ഇത് നല്ലൊരു ഹൈലൈറ്റ് ഫീച്ചറാണ്. ബിക്കോസ് ഫോയർ സ്പേസും തന്നെ നല്ലൊരു വിഷ്വലി ട്രീറ്റ് കിട്ടുന്ന ഒരു സ്പേസുമാണ്. ഒപ്പം തന്നെ അതിനൊരു കുറച്ച് എൻ്റർടൈനിങ് ആക്കാൻ കൂടിയിട്ട് തന്നെ നമ്മളൊരു സ്വിങ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ സ്വിങ്ങിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ഇൻഫോർമൽ ലിവിങ് സ്പേസ് വരുന്നത്. ഒരു TV യൂണിറ്റും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സോഫേൻ്റെ പ്രൊവിഷൻ നോക്കുകയാണെങ്കിലും 3+2 5 സീറ്റർ സോഫ പ്രൊവിഷനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡിഫറെൻറ്റ് കളർ, ഒരു യെല്ലോ ഷെയ്ഡിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഇവിടുത്തെ TV യൂണിറ്റിനെ പറ്റി നോക്കുകയാണെങ്കിലും ഫുൾ ഹൈറ്റ് പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. അൺഈവൻ ആയിട്ടുള്ള ബോക്സ് ഡിസൈനിൽ വരുന്ന ഗ്രൂവ് ഡിസൈനാണ് ഇതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബോട്ടം ക്യാബിനറ്റ് നോക്കുകയാണെങ്കിലും നമ്മൾ ഫോർമൽ ലിവിങ് സ്പേസിൽ കണ്ട ഒരു വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ എക്സ്റ്റീരിയറിലോട്ട് വരുന്ന ഒരു ഡോറ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈവനിങ് ടൈമിലാണെങ്കിലും ഒരു നല്ലൊരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റിയൊരു സ്പേസും കൂടിയാണത്. ഈ ഒരു സോഫേൻ്റെ ബാക്ക് വാൾ നോക്കുകയാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അത് പാനൽ ചെയ്തിരിക്കുകയാണ്. അതും ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഇൻറ്റീരിയറിൽ കളർ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രേ വിത്ത് വുഡൻ ആൻഡ് ഗ്രൂവ് വർക്ക്സിൽ വരുന്ന ഒരു കംപ്ലീറ്റ് ലാമിനേഷൻ ഫിനിഷാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു കോൺക്രീറ്റ് ടെക്സ്ചറിൽ വരുന്ന ഫിനിഷിൽ വരുന്ന ലാമിനേഷനാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേർട്ടിക്കൽ ലെവൽസ് നമുക്കിതിൽ ഫീൽ ചെയ്യും. അത് നല്ലൊരു വൈഡായിട്ടൊരു വോളിയം ഡിസൈൻ ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊരു ലുക്ക് ആൻഡ് ഫീലാണ് ഇതിൽ കിട്ടുന്നത്. ഇതിൻ്റെ ഒരു അടുത്തൊരു ഹൈലൈറ്റ് ഫീച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ സീലിംഗ് തന്നെയാണ്. ഒരു ട്രഡീഷണൽ ഡിസൈനിൽ ചെയ്തിരിക്കുന്ന ഒരു വേർട്ടിക്കൽ ബീഡിംഗ് ആണ് നമ്മൾ സീലിംഗിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ ചെറിയ സ്പോട്ട് ലൈറ്റ്സും കൂടി വന്നപ്പോൾ ഒരു വാം ലൈറ്റാണ് അതിൽ കൊടുത്തിരിക്കുന്ന കളർ. സോ ഒരു ടോട്ടൽ ഒരു എഫക്റ്റ് നോക്കുകയാണെങ്കിലും നല്ലൊരു പ്ലീസിങ് ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ് നമുക്ക് ഈ ഒരു സ്പേസ് നിന്ന് കിട്ടുന്നത്. ഈ ഇൻഫോർമൽ ലിവിങ്ങിൻ്റെ ഫ്ലോറിംഗ് നോക്കുകയാണെങ്കിലും ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കളർ ഗ്രേ ആണ്. ആ പാനലിങ്ങിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു ഗ്രേ ടൈൽ തന്നെയാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് റെസ്റ്റ് ഓഫ് ദി ഏരിയാസിൽ നിന്ന് ഒരു റൂമായിട്ട് ഫീൽ ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഒരു ഓപ്പൺ സ്പേസും കൂടിയാണ് ഇത്. ആൻഡ് ഒരു റൂമായി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു സീ പാനലിങ്ങും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡൈനിങ് സ്പേസിലോട്ട് വരികയാണെങ്കിൽ 8 സീറ്റർ ഡൈനിങ് ടേബിൾ ആൻഡ് ചെയർ ആണ് ഇതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. റോയൽ ബ്ലൂവിൽ വരുന്ന സോഫ്റ്റ് കുഷ്യൻ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വുഡൻ ചെയർസ് ആണ്. ഇതിൻ്റെ ടേബിൾ നോക്കുകയാണെങ്കിലും ഗ്ലാസ് ടോപ്പാണ് ഇതിൽ ആക്ച്വലി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്ലാസ്സിൽ വുഡൻ ലെഗ്സ് വരുന്ന ടേബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് വാൾ നോക്കുകയാണെങ്കിലും ഇത് ഹൈലൈറ്റ് ചെയ്യാൻ ഒരു ബ്രിക്ക് ഷെയ്ഡിൽ വരുന്ന ടെക്സ്ചർ ഫിനിഷാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ടോട്ടലായിട്ടുള്ള ഇൻറ്റീരിയേഴ്സുമായിട്ട് ബ്ലെൻഡായിട്ട് നിൽക്കുകയും ചെയ്യും.
ആൻഡ് ഓൾസോ 2 സൈഡിലും പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. പാനലിംഗത്തെ ഗ്രൂവ് വർക്ക്സ് നോക്കുകയാണെങ്കിലും ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസിൽ വരുന്ന ഗ്രൂവാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വേറെ ഫീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ DB ബോക്സ് വരുന്നുണ്ട്. അത് കവർ ചെയ്യാൻ കൂടിയിട്ടുമാണ് നമ്മൾ ഈ ഒരു പാനലിംഗ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പുഷ് ടു ഓപ്പൺ DB ബോക്സ് ആണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഹിഡൻ ഫീച്ചറും കൂടിയാണ്. ടോട്ടലായിട്ട് ഇൻറ്റീരിയേഴ്സുമായിട്ടും മാച്ചായി നിൽക്കുകയും ചെയ്യും. ഇവിടുത്തെ അടുത്തൊരു ഫീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ക്രോക്കറി യൂണിറ്റ് ആണ്. കംപ്ലീറ്റ്ലി ഒരു വുഡൻ ഷെയ്ഡിൽ വരുന്ന ഒരു ഫുൾ ഹൈറ്റിൽ വരുന്ന ക്രോക്കറി യൂണിറ്റ് ആണ് ഇതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് ആൻഡ് ലാമിനേഷൻ മിക്സ് ആണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതും ഒരു പെയിൻറ്റ് ഫിനിഷും സെൻട്രലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം സ്റ്റോറേജ് നമ്മളിതിൽ എൻഷുർ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആയിട്ടാണ് ഈ ഒരു യൂണിറ്റ് നമ്മൾ ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് ഭംഗി കൂട്ടാൻ തന്നെ എല്ലാ ഏരിയാസിലും നമ്മൾ സ്പോട്ട് ലൈറ്റ്സും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ് ആയതുകൊണ്ട്, ഇതിൻ്റെ ബാക്കിലും ഗ്ലാസ് ആയതുകൊണ്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വൈഡ് യൂണിറ്റ് ആയിട്ട് തന്നെ നമുക്കിതിൽ ഫീലും ചെയ്യും. ഇനി ഇവിടുത്തെ കിച്ചൺ ഒന്ന് കാണാം നമുക്ക്. കിച്ചനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മോഡുലർ കിച്ചണാണ്. കംപ്ലീറ്റ്ലി എല്ലാ തരത്തിലുള്ള മോഡുലർ കിച്ചണിന് വേണ്ടിയിട്ടുള്ള ആക്സസറീസ് നമ്മളിതിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഐലൻഡ് കിച്ചൺ ആയിട്ടാണ് നമ്മളിത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു ഓപ്പൺ കിച്ചൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൈൻഡ് ഓഫ് ഓപ്പൺ കിച്ചൺ കൂടിയാണ്. ഒരു സെപ്പറേറ്റ് ഒരു ഡോറായിട്ട് ക്ലോസ്ഡ് ഫീലിംഗ് കൂടിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നത് കൊണ്ട് തന്നെ ഒരു ഓപ്പൺ സ്പേസും ഒരു നല്ലൊരു ഓപ്പൺ വൈഡ് ഓപ്പണിംഗ് വരുന്ന ഒരു സ്പേസും കൂടിയാണ്. ഒരു 5 ബേർണർ ആയിട്ടുള്ള ഹോബാണ് നമ്മളിതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജ് നോക്കുകയാണെങ്കിലും ഡബിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് മൊത്തം നമ്മൾ ഗ്രാനൈറ്റിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ വരുന്ന ഡാഡോ ടൈൽസ് ആണെങ്കിലും ഒരു മാർബിൾ ഫിനിഷിൽ വരുന്ന ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ കളർ നോക്കുകയാണെങ്കിലും ഒരു വുഡൻ വിത്ത് വൈറ്റ് മിക്സ് ഓഫ് ലാമിനേഷനാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡിൽസ് ആണെങ്കിൽ ബ്ലാക്ക് ഹാൻഡിൽസ്, G പ്രൊഫൈൽ ഹാൻഡിൽസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ രീതിയിലുള്ള ആക്സസറീസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 3 ടാൻഡം ഡ്രോസും ഓർഗാട്രിയും എല്ലാ പുൾ ഔട്ട്സും കൊടുത്തിട്ടുണ്ട്. ഒരു ഫുൾ ഹൈറ്റ് യൂണിറ്റും ഇതിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഐലൻഡ് കിച്ചൺ നോക്കുകയാണെങ്കിലും ഇതിൽ മാക്സിമം സ്റ്റോറേജ് നമ്മൾ എൻഷുർ ചെയ്തിട്ടുണ്ട്. 3 ടാൻഡം ഡ്രോസും ഒരു ഓയിൽ പുൾ ഔട്ടും ഒരു പ്ലെയിൻ ഷട്ടറിൽ വരുന്ന ഒരു സ്റ്റോറേജ് ഏരിയയും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ഒരു സ്റ്റോർ റൂം വരുന്നത്. സ്റ്റോർ റൂം ഒന്ന് കണ്ടു നോക്കാം. സ്റ്റോർ റൂം നോക്കുകയാണെങ്കിൽ ഒരു L ഷേപ്പിൽ വരുന്ന ഒരു സ്പേസ് ആയിട്ടാണ് നമ്മളിതിനെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റോറേജ് എൻഷുർ ചെയ്തിട്ടുണ്ട്. താഴെയെല്ലാം ഷട്ടർ ഡോർസ് കൊടുത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കളർ തീം നോക്കുകയാണെങ്കിൽ ടോട്ടലി ഈ ഒരു ഇൻറ്റീരിയർ ആയിട്ട് വേറിട്ട് നിൽക്കുന്ന ഒരു കളർ തന്നെയാണ് ഇതിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. ഡബിൾ ഷെയ്ഡ്, ഒരു ഡാർക്ക് മെറൂൺ ആൻഡ് ഒരു ടീൽ ഡാർക്ക് ഷെയ്ഡ് ഓഫ് ഗ്രീൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചനോട് തന്നെ ചേർന്നിട്ട് ഇവിടുത്തെ വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയ ഒന്ന് കണ്ടു നോക്കാം. ഒരു ബോട്ടം യൂണിറ്റും മേലെ ഓവർഹെഡ് യൂണിറ്റും നമ്മളിതിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. L ഷേപ്പിൽ വരുന്ന ഓവർഹെഡ് യൂണിറ്റ് ആണ്. ഇതിൻ്റെ ഒരു ലാമിനേഷൻ കളർ നോക്കുകയാണെങ്കിലും സെയിം നമ്മൾ മോഡുലർ കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്ന വൈറ്റ് ആൻഡ് വുഡൻ ഷെയ്ഡ് തന്നെയാണ്. ഒരു വാഷിംഗ് മെഷീൻ്റെ പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള സ്റ്റോറേജ് എൻഷുർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒരു കളർ തീം നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ഗ്രേ ഫിനിഷിലാണ് നമ്മളിതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു കിങ് സൈസ് കോട്ട് വിത്ത്
2 സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. കോട്ടിൻ്റെ ബാക്ക് പാനൽ നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ലാമിനേഷനിൽ വരുന്ന കളേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ ഗ്രൂ വർക്ക്സും വേറെ സൈഡിൽ ഡിഫറെൻറ്റ് ഒരു ബേജ് ഫിനിഷിൽ വരുന്ന ഒരു ഡാർക്ക് ബേജിൽ വരുന്ന ഒരു ലാമിനേഷനാണ്. ഈ ഒരു വാൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രെയിൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഗ്രേ ടെക്സ്ചർ ഫിനിഷ് പെയിൻ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 2 സൈഡ് ടേബിൾസും കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രോവർ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതും ഗ്രേ വിത്ത് ഡാർക്കർ വുഡൻ ഷെയ്ഡ് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കോട്ടനോട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആ ഒരു വാള് കംപ്ലീറ്റ് ആയിട്ടൊരു ഫുൾ ലെങ്ത് ആയിട്ട് വാർഡ്രോബ് യൂണിറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ബേ വിൻഡോ കൈൻഡ് ഓഫ് രീതിയിലാണ് നമ്മളിതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുഷ്യനും നല്ല സ്റ്റോറേജും 4 ഡ്രോവേഴ്സ് വരുന്ന സ്റ്റോറേജ് നമ്മളിതിൽ എൻഷുർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂം നോക്കുകയാണെങ്കിലും മാക്സിമം ലൈറ്റിങ്ങും ക്രോസ് വെന്റിലേഷനും എല്ലാം ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് തന്നെ. ഈ ഒരു ഏരിയയിലും നമ്മൾ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ആ ഒരു ഏരിയയിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിൻഡോസ് നോക്കുകയാണെങ്കിലും എല്ലാ വിൻഡോസും ഈ വീടിൻ്റെ എല്ലാ വിൻഡോസും നമ്മൾ ആക്ച്വലി മോസ്കിറ്റോ നെറ്റ് ഇതിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈവനിങ് ടൈമിലാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് വിൻഡോസ് ഓപ്പൺ ചെയ്യും വെക്കും ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ഇത് ക്ലോസും ചെയ്യാം. മോസ്കിറ്റോസിൻ്റെ ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഈ റൂമിലും വരുന്നില്ല. എല്ലാ ഏരിയാസിലും നമ്മൾ ഇത് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ആ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു വാക്ക് ഇൻ ക്ലോസറ്റ് ഏരിയ തന്നെ ഈ ഒരു റൂമിന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഫുൾ ഹൈറ്റ് ആയിട്ടുള്ളൊരു വാർഡ്രോബ് യൂണിറ്റും മേലെ ലോഫ്റ്റും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം സ്റ്റോറേജ് എൻഷുർ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ഫുൾ ഹൈറ്റുള്ള ഒരു മിററും യൂണിറ്റ് നമ്മളിതിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മിറർ യൂണിറ്റിൻ്റെ ബാക്ക് പാനലിംഗ് നോക്കുകയാണെങ്കിലും ഒരു ഗ്രേ അല്ലാതെ ഒരു വേറൊരു വുഡൻ ഡാർക്ക് ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രൂ വർക്ക്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ വാഷ്റൂമും വരുന്നത്. ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയ സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ഒരു വാഷ്റൂം പ്ലാൻ ചെയ്തിരിക്കുന്നത്. വാഷ്റൂമിൻ്റെ കളർ നോക്കുകയാണെങ്കിലും ബേജിലാണ് മൊത്തത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വോൾ ആൻഡ് ഫ്ലോർ ടൈൽ നോക്കുകയാണെങ്കിലും ഒരു വാഷ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഡിഫറെൻറ്റ് ഒരു സർക്കുലർ ഷേപ്പിൽ വരുന്ന ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന ഒരു മിറർ യൂണിറ്റ് ആണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ മാസ്റ്റർ ബെഡ്റൂമിനോട് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ വേറൊരു ബെഡ്റൂം വരുന്നത്. ആ ബെഡ്റൂം നമുക്ക് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഈ ബെഡ്റൂമിലും നമ്മൾ എല്ലാ ഫർണിച്ചർ യൂണിറ്റ്സും അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ക്വീൻ സൈസ് കോട്ടിൽ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു സൈഡ് ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ് പാനൽ നോക്കുകയാണെങ്കിലും മാറ്റ് വിത്ത് ഗ്ലോസി ഫിനിഷിൽ മിക്സ് വരുന്ന ലാമിനേഷൻ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആണ് ഗ്ലോസി വരുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈൻസ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു അട്രാക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെ വെർട്ടിക്കലായിട്ട് വരുന്ന ഒരു വിൻഡോൻ്റെ ഓപ്പണിംഗ് പോലെ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ഇൻറ്റീരിയർ ആണ് അതിൽ ചെയ്തിരിക്കുന്നത്. ഗ്ലോസി ഫിനിഷിൽ വരുന്ന ലാമിനേഷനാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ റൂമിൽ നമ്മൾ ബേ വിൻഡോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു കുഷ്യൻ സ്പേസ് കൊടുത്ത് ബോട്ടത്തിലാണെങ്കിലും സ്റ്റോറേജ് എൻഷുർ ചെയ്തിട്ടുണ്ട്. 3 ഡ്രോവേഴ്സ് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ്സിൻ്റെ ഡോർസ് നോക്കുകയാണെങ്കിലും പ്ലെയിൻ ലാമിനേഷനാണ്. ബട്ട് ഒരു അട്രാക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഗ്രൂ വർക്കിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വെർട്ടിക്കൽ ലൈൻസും ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന ഒരു ഗ്രൂ വർക്ക്സും കൂടി കൊടുത്തപ്പോൾ കുറച്ച് അട്രാക്റ്റീവ്നെസ് തന്നെ കൂടിയിട്ടുണ്ട്. മാക്സിമം ലൈറ്റിങ്ങും എയർ വെന്റിലേഷനും എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ 2 സൈഡിലും നമ്മൾ വിൻഡോസും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിലാണെങ്കിലും ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു വാക്ക് ഇൻ ക്ലോസറ്റ് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. ലോഫ്റ്റായിട്ടും സ്റ്റോറേജ് എൻഷുർ ചെയ്തിട്ടുണ്ട്. ഒരു ഫുൾ ഹൈറ്റ് മിററും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും അറ്റാച്ച്ഡ് ആയിട്ടൊരു വാഷ്റൂം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇതിലും പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ വിത്ത് ഒരു മാർബിൾ ഫിനിഷിൽ വരുന്ന ഒരു വൈറ്റ് ടൈലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് വാൾ ആൻഡ് സീലിംഗിലായിട്ടും. ഇനി നമുക്ക് ഇവിടുത്തെ ഓഫീസ് റൂം ഒന്ന് കാണാം. അത് ഡൈനിങ്ങിനോട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു റൂം തന്നെയാണ്. ഓഫീസ് റൂമിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിലും
എല്ലാ തരത്തിലുള്ള സ്റ്റോറേജും നമ്മളിതിൽ എൻഷോർ ചെയ്തിട്ടുണ്ട്. 2 ഫുൾ ഹൈറ്റ് ആയിട്ടുള്ള യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു ഓഫീസ് ടേബിളും അതിൽ മാക്സിമം സ്റ്റോറേജ് എൻഷോർ ചെയ്യാൻ 3 to 4 ഡ്രോവേഴ്സ് എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ കളർ നോക്കുകയാണെങ്കിലും വുഡൻ വിത്ത് ഗ്രേ ആൻഡ് വൈറ്റ് ആയിട്ടാണ് നമ്മളിതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ വാള് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പാനലിംഗ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഒരു ഇൻറ്റീരിയർ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഗ്രൂ വർക്ക്സും മാക്സിമം ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലാണെങ്കിലും 2 സൈഡിലും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് മാക്സിമം ഓഫ് നാച്ചുറൽ ലൈറ്റ് ആൻഡ് വെന്റിലേഷനും എൻഷുർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വേറെ സ്പെഷ്യാലിറ്റി നോക്കുകയാണെങ്കിൽ ഓഫീസ് റൂം നമുക്ക് ഡയറക്റ്റ് ഫ്രം ദി എക്സ്റ്റീരിയർ ഇറ്റ്സെൽഫ് നമുക്ക് എൻറ്റർ ചെയ്യാനുള്ളൊരു പ്രൊവിഷനും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് വേറെയുള്ള ഫാമിലി മെമ്പേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യാത്തൊരു രീതിയിലാണ് ഈ ഒരു ഓഫീസ് റൂം നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറത്തെ കോമൺ വാഷ് യൂണിറ്റും അവിടെ വരുന്ന അറ്റാച്ച്ഡ് വാഷ്റൂമും എങ്ങനെയാണ് ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. ബ്രേക്ക്ഫാസ്റ്റ് യൂണിറ്റിൻ്റെ ജസ്റ്റ് നിയർ ബൈ തന്നെയാണ് ഇവിടുത്തെ കോമൺ വാഷ് യൂണിറ്റ് വരുന്നത്. അതിനൊരു പ്രൈവസി ഫീച്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു പാർട്ടീഷൻ നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്ലൈവുഡിൽ ലാമിനേഷൻ ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചൊരു ഓപ്പൺ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് CNC ഡിസൈനിൽ ഇവിടെ കുറേ കട്ടിങ്സ് കൊടുത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു ഹ്യൂജ് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഷ് യൂണിറ്റ് തന്നെയാണ്. അത്യാവശ്യം വലിയൊരു മിറർ, ഒരു സർക്കുലർ ആയിട്ടൊരു മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജിന് വേണ്ടിയിട്ട് ബോട്ടം ക്യാബിനറ്റ്സ് ഡ്രോവേഴ്സ് ആയിട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ ഒരു വാഷ് യൂണിറ്റും ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാഷ് യൂണിറ്റിൻ്റെ ഡോറും ഈ ഒരു കംപ്ലീറ്റ് വാള് നോക്കുകയാണെങ്കിലും കംപ്ലീറ്റ്ലി റെസ്റ്റ് ഓഫ് ദി ഇൻറ്റീരിയേഴ്സ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള പാറ്റേൺ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർസിൻ്റെ ജസ്റ്റ് ബിലോ ആയിട്ട് എല്ലാ രീതിയിലുള്ള സ്റ്റോറേജും ഇതിൽ എൻഷോർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻറ്റീരിയേഴ്സും കംപ്ലീറ്റ് ആയിട്ട് ഗ്രൂ വർക്ക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു ഏരിയ കംപ്ലീറ്റ്ലി നോക്കുകയാണെങ്കിലും വാൾ നമുക്ക് വിസിബിലിറ്റി എവിടെയും വരുന്നില്ല. വാഷ് യൂണിറ്റിൻ്റെ ബാക്കിലാണെങ്കിലും നമുക്ക് ടൈൽസ് ആണ് വരുന്നത്. ഒപ്പം തന്നെ ഈ ഒരു ഏരിയയിൽ മൊത്തം പാനലിംഗ് വർക്ക്സ് ആയിട്ടാണ് പോകുന്നത്. ഗ്രൂ വർക്ക്സും വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഭംഗി നമുക്കിവിടെ കിട്ടുന്നുമുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് കാണാം. സ്റ്റെയറിനെ പറ്റി പറയുകയാണെങ്കിൽ വുഡൻ ഹാൻഡ് റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ടീക്ക് വുഡാണ് ഇതിൻ്റെ ഫിനിഷ് വരുന്നത്. ഗ്ലാസ് വർക്ക്സും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഹൈറ്റ് ആയത് തന്നെ കൊണ്ട് ഈ ഒരു ഏരിയ നമ്മൾ നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈലിനെ പറ്റി പറയുകയാണെങ്കിൽ ലാട്രൈറ്റ് ടൈലാണ്. ഒരു എർത്തി ആയിട്ടുള്ള ഒരു വാം ലുക്കാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. 2 സൈഡും പാനലിംഗ് വർക്ക്സും കൂടി കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ ഏരിയത്തെ സീലിംഗ് നോക്കുകയാണെങ്കിലും ഒരു സൈഡിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഗ്രൂ വർക്ക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേറെ സൈഡാണെങ്കിലും ഒരു 3 ലെവലിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സർക്കുലർ ഷേപ്പിൽ വരുന്ന ഒരു ഷാൻഡിയർ ആണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതൊരു കൂൾ ലൈറ്റ് വരുന്നൊരു ആംബിയൻസിലാണ് ഇതിലിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഒരു അപ്പർ ലിവിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടുള്ളൊരു അപ്പർ ലിവിങ് ആണ്. ഒരു 3 സീറ്റർ സോഫ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഒരു TV യൂണിറ്റ് വരുന്നത്. TV യൂണിറ്റ് നോക്കുകയാണെങ്കിലും അതിൽ സ്റ്റോറേജ് എൻഷോർ ചെയ്തിട്ടുണ്ട്. 3 ഡ്രോവേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ആ പാനലിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ വെർട്ടിക്കൽ ലൈൻസും ഒപ്പം തന്നെ 2 സൈഡിലും ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു കട്ടാണ് CNC ഡിസൈനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു റൈറ്റ് വാള് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ കാണിച്ചിരിക്കുന്ന സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെയും കണ്ടിന്യൂറ്റി ആയിട്ട് ഫോളോ ചെയ്തിരിക്കുന്നത്. DB പാനലിൽ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. സെയിം ടെക്സ്ചർ ഫിനിഷ് തന്നെയാണ്. അതിൻ്റെ ഒരു ഹൈലൈറ്റ് ഫീച്ചർ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു വിളക്കിൻ്റെ ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന ഒരു CNCയിൽ വരുന്ന ഗോൾഡ് ഫിനിഷിൽ വരുന്ന ഒരു MS യൂണിറ്റാണ്. ഇതാണ് ഇതിൻ്റെ ഒരു വേറൊരു ഹൈലൈറ്റ് ഫാക്ടർ. നെക്സ്റ്റ് ഇനി ഇവിടുത്തെ ഒരു ബെഡ്റൂമിലോട്ട് നമുക്കൊന്ന് പോവാം. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലത്തെ ഒരു ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിൻ്റെ കളർ പാലറ്റ് നോക്കുകയാണെങ്കിലും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മൾ ഇത്രയും നേരം കണ്ടൊരു ഇൻറ്റീരിയേഴ്സിൻ്റെ കളറിൽ നിന്ന് ഡിഫറെൻറ്റ് തീമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് വിത്ത് ഡാർക്ക് ക്രീം ഷെയ്ഡ് ഓഫ് ലാമിനേഷൻ ആണ്. ആൻഡ് ഒരു ഹൈലൈറ്റ് ഫീച്ചർ മാത്രമായിട്ട് നമ്മൾ ഈ വാളിൽ കൊടുത്തിരിക്കുന്ന ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡ് വരുന്ന ഒരു പെയിൻറ്റ് ഫിനിഷ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 2 സൈഡും വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിൻഡോസ് കൊടുത്തത് കൊണ്ട് തന്നെ ഫസ്റ്റ് താഴെ എല്ലാ റൂംസിലും കൊടുത്ത സെയിം മോസ്കിറ്റോ നെറ്റ് എല്ലാത്തിലും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ കേർട്ടൻസ് പ്രൊവൈഡ് ചെയ്തതിൽ പെൽമെറ്റ് പാനലിങ്ങും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്.
ഒരു 4 ഷട്ടർ ഡോർ വരുന്ന ഒരു വലിയൊരു വാർഡ്രോബ് യൂണിറ്റ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ലോഫ്റ്റ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. മാക്സിമം സ്റ്റോറേജ് എല്ലാ രീതിയിലും എൻഷുർ ചെയ്തിട്ടുണ്ട്. ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടൊരു വാഷ്റൂമും ഉണ്ട്. ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ഡ്രസ്സിങ് യൂണിറ്റ് പ്രൊവിഷൻ കൂടി ഇതിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിലും നമ്മൾ മാക്സിമം ഗ്രൂ വർക്ക്സ് കൊടുത്ത് ബാക്കിയുള്ള ഇന്റീരിയേഴ്സ് ആയിട്ട് ഒരു കൈൻഡ് ഓഫ് സെയിം ലുക്കിൽ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഒരു മിറർ കൊടുത്തിട്ടുണ്ട്, 2 ഡ്രോവേഴ്സും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വാഷ്റൂം തന്നെയാണ്. ഇതിൽ അത്യാവശ്യം ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു എല്ലാ യൂണിറ്റ്സും ഒരു വാഷ് ക്യാബിനറ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് സെപ്പറേഷനും കൂടിയിട്ട് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിനി ഫസ്റ്റ് ഫ്ലോറത്തെ സെക്കൻഡ് ബെഡ്റൂം എങ്ങനെയാണ് ഇന്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഈ റൂമിൽ യൂസ് ചെയ്തിരിക്കുന്ന കളറിനെ പറ്റി പറയുകയാണെങ്കിൽ ഡാർക്കർ ഷെയ്ഡ് ഓഫ് ഗ്രേ വിത്ത് ബ്രൗൺ ആൻഡ് ലൈറ്റർ ലാവൻഡർ ഷെയ്ഡ് ഓഫ് വാൾ പെയിന്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ക്വീൻ സൈസ് കോട്ടും ഹെഡ് ബോർഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഗ്രോ വർക്ക്സും CNC കട്ടും കൊടുത്ത് ചെറിയൊരു അട്രാക്റ്റീവ്നെസ് കൂട്ടിയിട്ടുണ്ട്. 2 സൈഡ് ടേബിൾസും കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റോറേജ് എൻഷുർ ചെയ്തിട്ടുണ്ട്. 2 സൈഡ് ടേബിൾസിൻ്റെയും ജസ്റ്റ് അബവ് ആയിട്ട് തന്നെയാണ് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു അട്രാക്റ്റീവ് ഫീച്ചർ ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സീലിംഗിൽ തന്നെ ബീഡിങ് വർക്ക് കൊടുത്ത് അതിലാണ് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. സോ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് ആ ഒരു 4 ഏരിയാസിലും പ്രൊഫൈൽ ലൈറ്റ് കാണുമ്പോൾ തന്നെ. പിന്നെ ഓപ്പോസിറ്റ് ഏരിയയിലാണ് ഫുൾ ലെങ്ത് ആയിട്ടുള്ള വാർഡ്രോബ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2 സൈഡും ഈക്വലി ഡബിൾ ഷട്ടർ ഡോർ വരുന്ന സ്റ്റോറേജ് ആണ് ഇതിൽ എൻഷുർ ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ ഒരു ബേ വിൻഡോ കൂടി കൊടുത്തിട്ടുണ്ട്. ബേ വിൻഡോന്റെ കുഷ്യൻ കളർ നോക്കുകയാണെങ്കിലും നമ്മൾ വാളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിന്റെ ഡാർക്കർ ഷെയ്ഡാണ് ഇതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു കോൺട്രാസ്റ്റ് കളർ കിട്ടുന്നത് നല്ലൊരു രസമാണ് ഇതിൽ കാണുമ്പോൾ തന്നെ. 3 ഡ്രോവേഴ്സ് സ്റ്റോറേജ് ആയിട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ട്. 2 ഏരിയാസിലും നമുക്ക് മാക്സിമം നാച്ചുറൽ ലൈറ്റും വെന്റിലേഷനും കിട്ടാൻ വേണ്ടി വിൻഡോസും കൊടുത്തിട്ടുണ്ട്. ഇതിനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് അവിടെ ഒരു വാക്ക് ഇൻ ക്ലോസറ്റ് ഏരിയയും കൂടി വരുന്നുണ്ട്. സോ ദാറ്റ് മോർ ഓഫ് സ്റ്റോറേജ് ഇതിൽ എൻഷുർ ചെയ്തിട്ടുണ്ട്. ലോഫ്റ്റും കൊടുത്തിട്ടുണ്ട്. 4 ഷട്ടർ ഡോർ വരുന്ന സ്പേസ് ആണ് ഇതിൽ സ്റ്റോറേജിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഫുൾ ഹൈറ്റ് ആയിട്ടുള്ള ഒരു മിറർ യൂണിറ്റ് തന്നെ വരുന്നുണ്ട്. മിറർ യൂണിറ്റിന്റെ അട്രാക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഗോൾഡൻ ലാമിനേഷൻ മിക്സ് ചെയ്തിട്ടുണ്ട്. സോ കുറച്ചുകൂടി ഒരു ലക്ഷറി ഫീലാണ് ഇതിൽ കിട്ടുന്നത്. ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു വാഷ്റൂമും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡ്രൈ ഏരിയ ആൻഡ് വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വാഷ് ക്യാബിനറ്റും നമ്മൾ ഇവിടുത്തെ യൂസ് ചെയ്തിരിക്കുന്ന സെയിം ലാമിനേറ്റ് ഷെയ്ഡ് തന്നെയാണ് അതിലും യൂസ് ചെയ്തിരിക്കുന്നത്. മിററിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സെമി സർക്കുലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡും ബീഡിങ് വർക്ക് കൊടുത്ത് കുറച്ച് നല്ലൊരു ലക്ഷറി ഫീൽ തന്നെയാണ് മിറർ ആണെങ്കിലും നമുക്കിതൊന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ വീടിൻ്റെ അടുത്തൊരു അട്രാക്റ്റീവ് ഫീച്ചർ പറയുന്നത് എല്ലാത്തിലും സ്വിച്ച് ബോർഡ്സ് കൊടുത്തിരിക്കുന്നത് ഫ്ലാറ്റ് സ്വിച്ചസ് ആയിട്ടാണ്. സോ ഫസ്റ്റ് ഫ്ലോറത്തെ 2 ബെഡ്റൂംസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന വേറൊരു ഏരിയ, അതായത് ഈ ഒരു കട്ടൗട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ അവിടെ നിന്നാണ്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ്. സോ ദാറ്റ് ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ 5 ലെയറിൽ വരുന്ന ഒരു വലിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷാൻഡിലിയർ നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് നോക്കുകയാണെങ്കിലും ഈക്വലി പാരലൽ ആയിട്ട് 2 സൈഡിലും നമ്മൾ ബീം പാനൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ഗ്രൂ വർക്ക്സ് കൊടുത്ത് അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഏരിയനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇതും ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ടീക്ക് വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പാനലിംഗ് നോക്കുകയാണെങ്കിൽ ഡയമണ്ട് കട്ട് ഫിനിഷിൽ വരുന്ന ഒരു സെയിം ഫിനിഷ് തന്നെയാണ്, ഒരു ഡിസൈൻ തന്നെയാണ് ഇതിലും ഫോളോ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ താഴെ കാണുന്ന പെബിൾ കോർട്ട്യാർഡിൻ്റെ ആ ഒരു സെയിം ലെവലിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്ലോറിംഗ് നോക്കുകയാണെങ്കിലും ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റ് ഫീച്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെ ബോർഡർ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡിസൈനർ ടൈൽ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാള് ജസ്റ്റ് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ഇൻറ്റീരിയേഴ്സിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ളൊരു പെയിൻറ്റ് ഫിനിഷാണ് ജസ്റ്റ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു ഓപ്പൺ ബാൽക്കണി ഒന്ന് കാണാം. ബാൽക്കണിയിൽ നമ്മൾ ഡബിൾ ഡോറാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ എല്ലാ ഡോർസും വുഡ് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ആർക്കിടെക്ചറിൽ നമ്മൾ ഡിഫറെൻറ്റ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് എക്സ്റ്റീരിയറിൽ ഈ ഒരു പെയിൻറ്റ് ഫിനിഷ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിവിടെ വരുന്നത് കാണുമ്പോൾ ഒരു വലിയൊരു വൈഡായിട്ട് ഓപ്പൺ ബാൽക്കണിയാണ്.
ഗ്ലാസ് ഫിനിഷാണ് പാരപ്പറ്റിൽ കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിൽ. ആൻഡ് ഷിംഗിൾസ് ആണ്, ഞാൻ ഫസ്റ്റ് താഴ്ന്നത് പറഞ്ഞ പോലെ തന്നെ ഷിംഗിൾസ് ആണ് റൂഫിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്റ്റോൺ ക്ലാഡിങ്ങും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഏരിയ എന്ന് നോക്കുകയാണെങ്കിൽ ഈ 2 സൈഡും വിൻഡോസ് ആണ്. ആ വിൻഡോസ് നമ്മുടെ എലിവേഷനിൽ വളരെ ഒരു മേജർ ഡിസൈൻ ഫാക്ടർ ആയിട്ട് തന്നെയാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണെങ്കിലും ഈ ഒരു ഏരിയൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു വ്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു ഫീച്ചർ നമ്മൾ ഈ വീട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഏരിയയിൽ കൊടുത്തിരിക്കുന്ന HPL ഷീറ്റ് വെച്ചിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് എക്സ്റ്റീരിയറിൽ യൂസ് ചെയ്യാൻ റീസൺ വെള്ളം അല്ലെങ്കിൽ ഹീറ്റ് എന്ത് തട്ടിയാലും ഒരു ഇഷ്യൂസും ഒന്നും വരില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടുത്തെ ഒരു ഓപ്പൺ ടെറസിൽ പോവാം. ഓപ്പൺ ടെറസിലാണെങ്കിൽ നമ്മളൊരു സ്വിമ്മിംഗ് പൂളും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് അവിടെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. ഇവിടെ തന്നെ നമ്മൾ ഡബിൾ ഡോറ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഡോറ് കൊടുക്കാനുള്ള ഒരു റീസൺ സേഫ്റ്റി പർപ്പസ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇൻറ്റീരിയേഴ്സിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ എല്ലാ ഡോർസിനെയും പോലെ ഇത് വുഡൻ ഡോറിൽ തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ഓപ്പൺ ടെറസിൽ ഈ ഒരു ഏരിയയിലായിട്ടാണ് നമ്മൾ സ്വിമ്മിംഗ് പൂൾ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഇവിടെ ഒരു ഓപ്പൺ ഷവർ ഏരിയയും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് പൂൾ ഫെസിലിറ്റി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഫ്രഷ് അപ്പ് ആവേണ്ട ഒരു ഫെസിലിറ്റിയും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റെസ്റ്റ് ഓഫ് ദ ഏരിയ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ്. ഈവനിങ് ടൈമിന് വരികയാണെങ്കിൽ നല്ല കാറ്റും കാര്യങ്ങളെല്ലാം കിട്ടും. അത്യാവശ്യം നല്ല വ്യൂ ആണ്. നമുക്ക് ഇടയ്ക്കൊന്ന് റെസ്റ്റ് ചെയ്യണമെങ്കിലും റിലാക്സ് ചെയ്യണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയൊരു സ്പേസും കൂടിയാണ്. സോ ഇതൊക്കെയാണ് ഈ ഒരു ടേൺകീ വീടിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഓർ ക്വയറീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇനി പുതിയൊരു വീടിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അൺടിൽ ദെൻ ബൈ ഫ്രം ഷേഖ. താങ്ക് യു ഫോർ വാച്ചിങ്.